നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഇതാണ് എൻ്റെ പ്രശ്നം എന്ന്. വീട്ടിൽ വാപ്പയെ മിസ് ചെയ്യുമ്പോൾ വാപ്പന്മാരെ നമുക്കൊക്കെ ഒരു ഹുങ്കുണ്ട്, നമുക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്. കുട്ടിനെ മുത്തം കൊടുക്കാൻ പാടില്ല, കുട്ടികളെ കെട്ടിപ്പിടിക്കാൻ പാടില്ല. ആരാ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്ന്? നന്നായിട്ട് വീട്ടിലെ പെൺകുട്ടിയെ കെയർ ചെയ്യേണ്ടത് ഒരു വാപ്പയാണ്, ഒരു ആങ്ങളെയാണ്. ഓരോ ആങ്ങളമാരും ശ്രദ്ധിച്ചോളൂ. വീട്ടിൽ വാത്സല്യം മാത്രമാണ് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. വീട്ടിൽ നിന്ന് വാപ്പയിൽ നിന്നും ആങ്ങളയിൽ നിന്നും കിട്ടേണ്ട ആ സ്നേഹവും വാത്സല്യം കിട്ടാതിരിക്കുമ്പോൾ അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ അഫെയറിലേക്ക് പോകുന്നത്, അവനോട് ചില സംസാരത്തിനും കിന്നാരത്തിനും നിൽക്കുന്നത്. ഒരിക്കലും ശാരീരിക ആഗ്രഹത്തിനല്ല, സെക്സിന് വേണ്ടിയിട്ടല്ല, വേണ്ടാത്തതിനല്ല. പക്ഷെ ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്നില്ല. ഇതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. ഇത് അവർ തിരിച്ചറിയാത്തതുകൊണ്ടും അവർ അത് അംഗീകരിക്കാത്തത് കൊണ്ടും വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കൊണ്ട് അവർക്ക് മതിയാക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്നല്ലെങ്കിൽ എന്ത് സ്നേഹം നമ്മൾ കൊടുക്കുക? കുറ്റം പറച്ചിലല്ല എപ്പോഴും ഉണ്ടാവുക. വലുതായി പ്രായമെത്തിയ കുട്ടികൾക്ക്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, കുറ്റം പറയാതെ സ്നേഹം കൊടുത്ത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതുകൊണ്ട് എല്ലാ ആങ്ങളാരും മനസ്സിലാക്കേണ്ടത്, എല്ലാ വാപ്പയും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗൾഫിലാണെങ്കിൽ പോലും, ജോലി തിരക്കിലാണെങ്കിൽ പോലും വീട്ടിലുള്ള മകളെ പരിഗണിക്കാൻ, വാപ്പ കൂടണ്ടെന്ന് പറയുന്നൊരു ഫീലിംഗ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. എടി നീ പേടിക്കണ്ടടി, ഞാനുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. വീട്ടിൽ മൂത്തതായി പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. എന്നാ പിന്നെ കസിൻസ് നിങ്ങൾ വെച്ചിട്ട് ആ ആങ്ങളയുടെ ദാഹം തീർത്തു കൊടുക്കുകയും ചെയ്യരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കസിൻസാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കസിൻസാണ്. നല്ലോണം ശ്രദ്ധിക്കണം. വാപ്പന്നെ ആ ദാഹം തീർത്തു കൊടുക്കണം. ഇന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ പെണ്ണിനെ ശാരീരികമായിട്ട് അടങ്ങാറാക്കുന്നത് സ്വന്തം കസിൻസാണ്. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? കസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകുടുംബം. നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണോ ഫംഗ്ഷനോ പരിപാടിയൊക്കെ നന്നാൽ നമ്മുടെ വീട്ടിലെ സഹോദരി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മ എന്താ സംഭവിക്കുക? പരിസരത്തു നിന്നും അയൽവാസികളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ കെട്ടിച്ച് പറഞ്ഞേച്ച ഉമ്മമാരൊക്കെ തിരിച്ചു വന്ന് കല്യാണത്തിൽ ഓല് ഒന്നിച്ചു കൂടുന്ന ഓൽക്കന്ന് വലിയൊരുനാളാണ്. ഉമ്മമാർക്ക് ഓൽക്ക് പിന്നെ മക്കളെ നോക്കാൻ നേരല്ല. വാപ്പമാരെ നമുക്കോ നരേന്ദ്രമോദി സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പ് തള്ളിടാനുള്ള തിരക്കിലും ചർച്ചയിൽ, ചൂടുള്ള ചർച്ചയിൽ നമ്മൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ ചർച്ച, അല്ലെ ഇപ്പോഴത്തെ എന്താ പറയുക അതിർത്തിയിൽ നടന്ന സ്ഫോടനങ്ങളും അവിടെ നടന്നിട്ടുള്ള ചാവേർ ആക്രമണത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഈ കൊച്ചുമക്കൾ നല്ല പ്രായമുള്ള, നല്ല പ്രായത്തിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ എന്നത്തെ പ്രശ്നം എന്താ അറിയോ? കയ്യിൽ ഒരു പലകയും അതിൽ ജിയോ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ഇന്ന് മഹാ തമ്മാടിയാണ്. എന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ടത് കണ്ട് 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 അങ്ങേയറ്റം മനസ്സും മലിനമായ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ഞരമ്പ് രോഗികളായ കാമവെറിയന്മാരെ കുറെ കുട്ടികൾ ഈ കുട്ടിയെ വേണ്ടാത്ത രൂപത്തിൽ അടങ്ങാറാക്കും. ഈ കുട്ടി പേടിച്ചു പോകും. കുട്ടി അറിയാത്ത കുട്ടിയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാവില്ല, അപ്പൊ തിരിയൂല. പക്ഷെ അവളുടെ ഉപബോധ മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. ഉപബോധ മനസ്സിലുള്ള ആ സംഗതി അവൾ പിന്നെ വലുതായി പ്രായമറിയിക്കുമ്പോൾ അവൾക്ക് തിരിച്ചറിവ് വരികയാണ്. ഐ ആം നോട്ട് ക്ലിയർ, ഐ ആം കണ്ടാമിനേറ്റഡ്, ഐ ആം സെക്സ്വലി അബ്യൂസ്ഡ്. ഞാൻ അബ്യൂസ്ഡ് ആയി, ഞാൻ ക്ലിയർ അല്ല. പിന്നെ ആ പെൺകുട്ടിക്ക് ഒരു വിവാഹം ആലോചിക്കുമ്പോൾ, കല്യാണം അടുത്ത് വരുമ്പോൾ ബേജാറും വേറൊക്കെയാണ്. നമ്മാനോട് പറയാൻ പറ്റും ഇങ്ങനെ മുമ്പ് കഴിഞ്ഞത്? അവസാനം തിന്നാൻ വേണ്ട ബേജാറും പനിയും ഇടങ്ങാറൊക്കെ കൂടുമ്പോൾ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരും. നമ്മളെ ചാവിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ എല്ലാം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. അവസാനം ആ സംഗതി തെറാപ്പി ചെയ്തിട്ട് മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ ആ കുട്ടിയുടെ പ്രശ്നം തീർന്നു. ധാരാളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കാരണം നല്ല ചാൻസാണ് കസിൻസിന്. ഈ സ്കൂളിൽ പ്രണയിക്കുന്ന പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പരിമിതികളുണ്ട്. ഇപ്പോഴത്തെ കാലത്തല്ല, കുറച്ച് മുമ്പ്. ഇപ്പൊ പിന്നെ പരിമിതികളില്ല, അൺലിമിറ്റഡ് ആണ് എല്ലാം കാര്യങ്ങളൊക്കെ. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ കസിൻസ് ആണ്. അതുകൊണ്ട് ഉമ്മയും ബാപ്പയും ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ആൺകുട്ടികൾ അങ്ങനെ മോശമാവാൻ കാരണം ഫോണിലൂടെ വേണ്ടാത്തത് കാണുന്നത് തന്നെയാണ് കാരണം. അമിതമായി കണ്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം പെങ്ങളെ പോലും ഇടങ്ങാറയ്ക്ക് കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കേസിന് വേണ്ടിയിട്ട്, ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടാത്തത് കണ്ട് അങ്ങേയറ്റം കയറിയിട്ട്. കാസർഗോഡത്തെ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. 22 പ്രാവശ്യമാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സ്വന്തം ഉമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. എന്തേ കാരണം? പ്രായം 8-ലെത്തിയിട്ടുള്ളൂ. കാണുന്നതും കൂട്ടുകെട്ടും കഞ്ചാവും ലഹരിയൊക്കെ തലയിൽ കയറുമ്പോ ഇതിന്റെ ഉമ്മയാണ്, ഇതിന്റെ പെങ്ങളാണ്, ഇതിന്റെ കാമുകിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു സ്നേഹ വാത്സല്യം കൊടുക്കാൻ അവനക്ക് കഴിയൂല. ഓന്റെ ചിന്തയും ഓന്റെ കയ്യും കാലും മനസ്സൊക്കെ വേറെ തലത്തിലേക്കാ പോവാ, ഫിസിക്കൽ ലെവലിലേക്കാ പോവാ.
ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയത് നമ്മുടെ എല്ലാ പെൺകുട്ടികളും, പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്ഷിപ്പ് ആൻഡ് പൊസസീവ് ലവ്. നമ്മുടെ പെൺകുട്ടികളുടെ ചില ശരീരഭാഗങ്ങളിൽ ചില ടച്ച് വരും. ചില ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്ത് ആൺകുട്ടി അവളെ ലെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കും. ലെസ്റ്റാണ് ഇന്നത്തെ കുട്ടികൾക്ക് നടക്കുന്നത്. പ്രണയമല്ല, ലവ് അല്ല, ലെസ്റ്റാണ്. LUST എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്ന സംഗതി. കാര്യപരിപാടിയിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ അതിനു മുമ്പ് ചില തലോടികളൊക്കെ നടന്നിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. ഈ തലത്തിലാണ് ഇന്നത്തെ കുട്ടികളൊക്കെ ഉള്ളത്. പ്രണയമൊക്കെ വെറുതെയാണ്, പ്രണയമൊന്നല്ല, ലെസ്റ്റിലാണ് മക്കളുള്ളത്. കുട്ടികൾ ഈ തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടിലെ വാപ്പ ശ്രദ്ധിക്കണം, വീട്ടിലെ പെൺകുട്ടിയെ. വീട്ടിലെ ഉമ്മ ശ്രദ്ധിക്കണം, വീട്ടിലെ ആങ്ങളയെ, വീട്ടിലെ ആൺകുട്ടിയെ. അവൻക്ക് മിസ്സിംഗ് ബ്രദർ പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത് മിസ്സിംഗ് സിസ്റ്ററാണ്. ചെയ്താൽ തീരുമാനാകുന്ന പ്രശ്നമേ ഉള്ളൂ. ഏത് അഫയറും പെൺകുട്ടിക്ക് ബോധ്യമാകും, ഇതായിരുന്നു എൻ്റെ പ്രശ്നമല്ലേ എന്ന്. ഇതായിരുന്നു എൻ്റെ പ്രശ്നമല്ലേ നമ്മൾക്കപ്പോൾ ബോധ്യമാവും. അതുകൊണ്ട് വാപ്പമാരെ, നിങ്ങൾ ആ ദാഹം തീർത്തു കൊടുക്കണം, ആ പരിഗണന നിങ്ങൾ വീട്ടിൽ കൊടുക്കണം. സ്നേഹത്തോടുകൂടെയുള്ള ഒരു കുടുംബാന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് തുറന്ന സംസാരങ്ങൾ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപാട് ഏത് കുട്ടിയുടെ ബാക്കിലും, നിങ്ങളിപ്പോൾ എത്ര വലിയ കുട്ടിയായിക്കോട്ടെ, നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മകളുടെ ബാക്കിൽ കാണാൻ അത്യാവശ്യം ഉണ്ടോ? അല്ലെങ്കിലും ഏത് പെണ്ണും കാണാൻ ഉഷാറുണ്ടാവുമല്ലോ. ഏത് കുട്ടിയുടെ ബാക്കിലും 5ഉം 6ഒക്കെ പ്രപ്പോസൽ വന്നിട്ടുണ്ടാവും. 7 മിട്ടിലേക്കാണ് ഓല് യെസ് പറയാ. നിങ്ങളെ കുട്ടിയെ ഒരുപാട് ആൺകുട്ടികളെ അടങ്ങാറാക്കുന്നുണ്ടാകും. അവൾ ചിലപ്പോൾ നോ പറഞ്ഞിട്ടുണ്ടാവും, ശരിയാണ്. എന്നാൽ പോലും വീട്ടിൽ അത് തുറന്നു പറയാനും ക്ലാസ് അധ്യാപകനോട് ഡിസ്കസ് ചെയ്ത് അത്തരം വിഷയങ്ങൾ വാണിംഗ് ചെയ്യാനൊക്കെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുരച്ചു ചാടുന്ന സ്വഭാവമാണെങ്കിൽ കുട്ടി പറയില്ല. അതുകൊണ്ട് വീട്ടിൽ തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഓരോ മക്കളും അത് വാപ്പയോടും ഉമ്മയോടും തുറന്ന് പറയുകയും വേണം. പറഞ്ഞാൽ തന്നെ അവരെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഇങ്ങനെ ഒരുങ്ങിപ്പോയിക്കോ, പിന്നെ ഇങ്ങനെ എൻ്റെ ബാക്കിൽ വരാതൊക്ക എന്നല്ല പറയേണ്ടത്. അവളെ സ്നേഹിച്ച് സമാധാനിപ്പിച്ച് അവളുടെ മനസ്സിന്റെ ദാഹം നിങ്ങൾ കെടുത്തി കൊടുത്താൽ അവൾ എങ്ങനെ പോയാലും കുഴപ്പമില്ല. ഏത് കുട്ടി എത്ര വലിയ ലഡു പൊട്ടിച്ചാലും ഓളെ മനസ്സിലായി ലഡു പൊട്ടൂല. ഈ ദാഹം വീട്ടിൽ നിന്ന് തീർത്തെടുത്തുകണമെങ്കിൽ. കാരണം അവൾ ആഗ്രഹിക്കുന്നത് വാത്സല്യം മാത്രമാണ്, ഓൺലി ബ്രദർലി ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് അത് നമ്മൾ ഓരോ ആങ്ങളെയും ശ്രദ്ധിക്കണം, ഓരോ വാപ്പയും ശ്രദ്ധിക്കണം. ഇന്ന് വ്യാപകമായിട്ട് വരുന്ന സംഗതിയാണ്, വീട്ടിൽ സ്വന്തം ഉമ്മ സേഫല്ല, സ്വന്തം പെങ്ങള് സേഫല്ല, സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ സേഫല്ല. വലിയവരായ ആണുങ്ങളാണെങ്കിലും ചെറിയവരായ ആൺകുട്ടികളാണെങ്കിലും വളരെ വ്യാപകമായിട്ട്. ഇവൻ ചെറിയ കുട്ടികൾ പോലും, ചെറിയ കുട്ടികൾ, KG തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും കാര്യമായിട്ട് അവർക്ക് അറിയില്ലെങ്കിൽ പോലും ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്ന കുറേ സംഭവങ്ങൾ കേസായിട്ട് പല രക്ഷിതാക്കളും പരാതി പറഞ്ഞിട്ടുണ്ട്. ഊർക്ക് ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്? ഇതൊക്കെ അവർക്ക് എവിടുന്നാ കിട്ടിയത്? വാപ്പയും ഉമ്മയും നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. വീട്ടിൽ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, അവരെന്ത് ചെയ്യണില്ല, നെറ്റിലും സൈറ്റും പ്രോണോഗ്രഫി ഒന്നും ഒരു കാണണമെന്നില്ല. പക്ഷെ വീട്ടിലെ വാപ്പയമ്മയും ശ്രദ്ധിക്കണം. ഒരു കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് കാര്യമില്ല. കുട്ടിക്ക് ബോധമനസ്സില്ലെങ്കിലും ഉപബോധ മനസ്സുണ്ട്. സംഗതി അവനക്ക് തിരിയും. കുറേ യുവാക്കളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിക്കന്നെ വേണം.